ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യത്തിലേക്ക്. ഊർജം പകരുന്ന കരുതലും കൈത്താങ്ങും എന്ന പരിപാടിക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുക. നിയമത്തെയും നടപടിക്രമങ്ങളെയും ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് നീതി ലഭ്യമാക്കുന്നതിന് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്നതാണ് ഈ പരിപാടി. ഓരോ പരിപാടിയിലും മന്ത്രിമാർ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. കഴിയാവുന്നത്ര തീരുമാനങ്ങൾ ആ പരിപാടിയിൽ വെച്ച് തന്നെ എടുക്കാനുമാണ് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ താലൂക്ക് തല അദാലത്തുകളിൽ 21 വിഷയങ്ങൾ ജില്ലാതലത്തിൽ പരിഹരിക്കാവുന്ന പരാതികൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പരിഗണിക്കുക. ഇവിടെ പരാതികൾ സമർപ്പിക്കുന്നതിനും പരിശോധിക്കുന്നതിനുമായി karudal.kerala.gov.in എന്ന പേരിൽ ഒരു സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. പരാതികൾ ഓൺലൈനായും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും താലൂക്ക് ഓഫീസുകളിൽ നേരിട്ടെത്തിയും സമർപ്പിക്കാവുന്നതുമാണ്. അദാലത്തുകൾ യാന്ത്രികമായ ഒരു സർക്കാർ പരിപാടിയായി മാറാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം പരാതികളുമായി ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകൾക്കാണുള്ളത്. അവ കൃത്യമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ ഭരണ സംവിധാനത്തിനും കഴിയേണ്ടതുണ്ട്. ജനങ്ങളും ഉദ്യോഗസ്ഥരും പരസ്പരം സഹകരിച്ചുകൊണ്ട് കരുതലും കൈത്താങ്ങും പരിപാടി വിജയകരമായി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭരണസമിതികളുടെ യോഗം ഒരേ സമയം ചേരുകയായിരുന്നു. ആ പരിപാടി കഴിഞ്ഞാണ് ഇങ്ങോട്ട് ഞാൻ വന്നത്. അതിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഏകോപനം, മാലിന്യമുക്ത നവകേരളം സാധ്യമാക്കൽ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഊർജിതപ്പെടുത്തൽ, ഈ 3 ഇനങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. ഈ വരുന്ന മാർച്ച് 30 കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തും. അയൽക്കൂട്ടങ്ങൾ, ടൂറിസം കേന്ദ്രങ്ങൾ, ഗ്രാമങ്ങൾ, നഗരങ്ങൾ, ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം ഹരിതമാക്കുകയാണ് ലക്ഷ്യം. വിപുലമായ ജനപങ്കാളിത്തത്തോടെയുള്ള ഒരു ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ വിഭാഗം ആളുകളും ഇതുമായി സഹകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ, പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനൊരു ഏകോപിതമായ മുന്നേറ്റം സൃഷ്ടിക്കലാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ രോഗികളായവർക്ക് പരിചരണം ആവശ്യമുണ്ട്. വയോജനങ്ങളായ ഒരു കൂട്ടം ആളുകൾക്കും പ്രത്യേക രോഗമില്ലെങ്കിലും പരിചരണം ആവശ്യമായിട്ടുള്ള ചിലരുണ്ട്. ഭിന്നശേഷിക്കാർ, ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന, എന്നാൽ APL BPL വ്യത്യാസമില്ലാതെ ഉള്ളൊരു പരിചരണമാണ് ഇവിടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന നേതൃത്വത്തിലാണ് നടക്കുക. ആരോഗ്യ വകുപ്പും സാമൂഹ്യനീതി വകുപ്പും എല്ലാം അതിൻ്റെ ഭാഗമായി മാറും. നാട്ടിൽ പ്രവർത്തിക്കുന്ന വിവിധ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുന്ന
സംവിധാനങ്ങളുണ്ട്. അവരെയെല്ലാം ഇതിൻ്റെ ഭാഗമായി ഏകോപിപ്പിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഭേദചിന്തയുമില്ലാതെ എല്ലാവരും കൂടി അണിനിരന്ന് നടപ്പാക്കുന്നൊരു പരിപാടിയായിട്ടാണ് മാറുക. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് 2025 നവംബർ 1 നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാക്കുക എന്നുള്ളത്. 2 വർഷം പിന്നിട്ടു, 3-ാമത്തെ വർഷമാണ്. അത് ഈ പ്രവർത്തനം ഫലപ്രദമായി സംഘടിപ്പിക്കാനുള്ളതാണ് മറ്റൊന്ന് ആലോചിച്ചത്. ഈ 3 വിഷയങ്ങളിലും വിപുലമായ ജനകീയ മുന്നേറ്റം സാധ്യമാകേണ്ടതുണ്ട്. അതിനാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രത്യേക യോഗം ചേർന്നതും ചർച്ച ചെയ്തതും. നമ്മുടെ സംസ്ഥാനത്ത് അടുത്ത കാലത്തുണ്ടായ വലിയ ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതൊരു വിവാദ വിഷയമാക്കി സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അതൊരു ഖേദകരമായ നീക്കമാണ്. വിശദമായ പഠന റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയതുകൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞതായി കാണുന്നത്. ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അതിലുള്ള നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. നമ്മുടെ ദുരന്തം സംഭവിച്ച് ജൂലൈ 30 പുലർച്ചെയാണ്. മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമട്ടം, കുഞ്ഞോ ഇവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായത്. രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അത്. അതുകൊണ്ടാണ് ഏതാനും ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര സംഘം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അവലോകനം നടത്തുകയും ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ആദ്യമായല്ല വയനാട് വിഷയത്തിൽ പാർലമെൻറ്റിനെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇല്ലാത്ത കാലാവസ്ഥാ റിപ്പോർട്ട് വ്യാജമായി ഉദ്ധരിച്ച് പാർലമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മുൻപ് അദ്ദേഹം ശ്രമിച്ചു. കേന്ദ്രം ഉരുൾപൊട്ടലിനെ പറ്റി കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ട് കേരളം എന്താണ് ചെയ്തത്? ഈ ചോദ്യമാണ് അദ്ദേഹം നേരത്തെ പാർലമെൻറ്റിൽ ഉന്നയിച്ചത്. അങ്ങനെയൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ തന്നെ തെളിവ് സഹിതം വ്യക്തമാക്കപ്പെട്ടു. അന്നത്തേതിൻ്റെ ആവർത്തനമായി വേണം ഈ കഴിഞ്ഞ ദിവസത്തെ പാർലമെൻറ്റിലെ പ്രസ്താവനയെയും കാണാൻ. ആഗസ്റ്റ് 10 പ്രധാനമന്ത്രി ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത്. കേന്ദ്ര സംഘത്തിന് മുൻപാകെയും പ്രധാനമന്ത്രിയുടെ മുൻപാകെയും ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ കൃത്യമായി അവതരിപ്പിച്ചിരുന്നു. ഒട്ടും വൈകാതെ ആഗസ്റ്റ് 17 ദുരന്തത്തിലുണ്ടായ നഷ്ടവും ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ NDRF മാനദണ്ഡങ്ങൾക്കനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയും ഇനം തിരിച്ച് തയ്യാറാക്കി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നിവേദനം നൽകി. പ്രതീക്ഷിക്കുന്ന ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളടക്കം ഉൾപ്പെടുത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 1202 കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് ആവശ്യപ്പെട്ടത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം 100 ദിവസത്തിലധികമായി. മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ട് 3 മാസത്തിലധികമായി. കേന്ദ്ര സംഘം വന്നുപോയിട്ടും മാസങ്ങളായി. ഇതിനിടയിൽ മറ്റു പല സംസ്ഥാനങ്ങൾക്കും
രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട്. എന്നിട്ടും പ്രത്യേക ധനസഹായമായി 1 രൂപ പോലും കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. നേരത്തെ നൽകിയ മെമ്മോറാണ്ടത്തിന് പുറമെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് PDNA നടത്തുകയും വിശദമായ റിപ്പോർട്ട് നവംബർ 13 കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്തു. റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റായി മേപ്പാടിക്ക് 2221 കോടി രൂപയും വിലങ്ങാടിന് 98 കോടി 10 ലക്ഷം രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് വൈകിയത് കൊണ്ടാണ് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്ന വിചിത്രവാദമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ നിന്നുള്ള MP-മാർക്കുള്ള മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. ഇത് ദുരന്ത മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ച സമയത്ത് PDNA സാമ്പത്തിക സഹായം ലഭിക്കുവാനുള്ള ഔദ്യോഗിക രേഖയായി കണക്കാക്കിയിട്ടില്ല. 14/8/2024 റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ നിലവിൽ വന്ന ശേഷം ആദ്യ PDNA-യാണ് കേരളം സമർപ്പിച്ചത്. ഈ പ്രക്രിയക്ക് ചുരുങ്ങിയത് 3 മാസം ആവശ്യമാണ്. ഇതിനായുള്ള ഏറ്റവും ചുരുങ്ങിയ സമയം മാത്രമാണ് കേരളം എടുത്തത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളായി NDMA-യിൽ നിന്നുള്ള അംഗങ്ങളും കേരള സർക്കാരിൻ്റെ പ്രതിനിധികളായി KSDMA-യിൽ നിന്നുള്ള പ്രതിനിധികളും മറ്റ് വിദഗ്ധരും ചേർന്ന സംഘമാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത്. ദുരന്തത്തിൻ്റെ വസ്തുതാപരമായ പഠനങ്ങൾ, ഡാറ്റ അനാലിസിസ്, ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട മറ്റ് പഠനങ്ങൾ, ദുരിതത്തിൻ്റെ ആഴവും വ്യാപ്തിയും ആകാശ ദൃശ്യങ്ങൾ, ഇവയെല്ലാം റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി പഠന വിധേയമാക്കിയിട്ടുണ്ട്. 583 പേജുള്ള വിശദവും സമഗ്രവുമായ പഠന റിപ്പോർട്ടാണ് സംസ്ഥാനം സമർപ്പിച്ചിട്ടുള്ളത്. ഈയൊരു പ്രക്രിയക്കെടുക്കുന്ന സ്വാഭാവികമായ കാലതാമസമാണ് 3 മാസം. 2023 ഒക്ടോബറിൽ സിക്കിമിലും 2023 ജനുവരിയിൽ ഉത്തരാഖണ്ഡിലെ ജോഷിമഠിലും 2023 ജൂലൈയിൽ ഹിമാചൽ പ്രദേശിലും ദുരന്തങ്ങളുണ്ടായപ്പോൾ ആ സംസ്ഥാനങ്ങൾ PDNA തയ്യാറാക്കിയത് ദുരന്തം നടന്ന് 3 മാസങ്ങൾക്ക് ശേഷമാണ്. PDNA തയ്യാറാക്കുവാൻ ചുരുങ്ങിയത് 3 മാസം വേണമെന്ന് ഈ സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ്. ദുരന്തമുണ്ടായ ഉടൻ അല്ല, ദുരിതാശ്വാസ ഘട്ടം പൂർത്തീകരിച്ച ശേഷമാണ് PDNA ആരംഭിക്കുന്നത്. ഇത് ദുരന്ത നിവാരണത്തിലെ ഏറ്റവും അടിസ്ഥാന ധാരണ തന്നെയാണ്. കാരണം ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് ദുരിതാശ്വാസ ഘട്ടം പൂർത്തീകരിക്കുന്നതിനാണ്. സമർപ്പിച്ച മെമ്മോറാണ്ടം പ്രകാരം അടിയന്തര സഹായം അനുവദിച്ചില്ല എന്നതാണ് കേരളം ഉന്നയിക്കുന്ന പ്രധാന വിഷയം. എന്നാൽ ആ ആക്ഷേപത്തെ മറികടക്കുന്നതിനാണ് PDNA സമർപ്പിക്കാൻ കേരളം വൈകിയെന്ന വാദം കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത്. PDNA-യിൽ നിന്നും പുനർനിർമ്മാണ ഫണ്ടാണ് കേരളം ആവശ്യപ്പെടുന്നത്. ത്രിപുര, തെലുങ്കാന, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ വയനാടിൻ്റെ അത്രയും തീവ്രത ഇല്ലാത്ത ദുരന്തങ്ങളുണ്ടായിട്ടും വളരെ വേഗത്തിലാണ് കേന്ദ്ര സഹായം ലഭ്യമാക്കിയത്. ഈയിടെ മഴക്കെടുതിയുണ്ടായ ത്രിപുരക്ക് 40 കോടി രൂപ, പ്രളയമുണ്ടായ ആന്ധ്രാപ്രദേശിനും തെലുങ്കാനയ്ക്കും 3448 കോടി രൂപ. ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ മുൻകരുതലായി
ബീഹാറിന് 11,500 കോടി രൂപ. ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് സഹായമായി പ്രഖ്യാപിച്ചതാണ്. അതേ കേന്ദ്ര സർക്കാരാണ് കേരളത്തോട് ഈ അവഗണന കാണിക്കുന്നത്. കേന്ദ്ര സർക്കാർ പ്രളയ ദുരന്തം നേരിടാനുള്ള സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ ബീഹാർ, ആസാം, ഹിമാചൽ പ്രദേശ്, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളെ മാത്രമാണ് പരിഗണിച്ചത്. ഇതും ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ ആവശ്യം, മേപ്പാടി ചൂരൽമല ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡം അനുസരിച്ച് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ, അതായത് തീവ്ര സ്വഭാവമുള്ള ദുരന്തം ആയി പ്രഖ്യാപിക്കണമെന്നതായിരുന്നു. ഇത്തരത്തിൽ പ്രഖ്യാപിച്ചാൽ പുനരധിവാസത്തിനായി വിവിധ അന്തർദേശീയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കൂടുതൽ തുക കണ്ടെത്താൻ ശ്രമിക്കാം. കൂടാതെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും കേരളത്തിന് സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥമാവുകയും ചെയ്യും. രണ്ടാമത്തെ ആവശ്യം, ദുരന്ത നിവാരണ നിയമത്തിൻ്റെ 13-ാം വകുപ്പ് പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് ദുരന്തബാധിതരുടെ എല്ലാ കടങ്ങളും എഴുതി തള്ളണമെന്നുള്ളതാണ്. അതിനും ഈ പ്രഖ്യാപനം വഴിയൊരുക്കുമായിരുന്നു. മൂന്നാമത്തെ ആവശ്യം, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിത മേഖലക്കായി ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അടിയന്തര സഹായം അനുവദിക്കണം എന്നതാണ്. ഈ 3 ആവശ്യങ്ങളിൽ ഒന്നിനു പോലും ഇതുവരെ അനുകൂലമായൊരു മറുപടി തന്നിട്ടില്ല. മേപ്പാടിയിലെ ദുരന്തത്തെ തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല. ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അടിയന്തര സഹായം അനുവദിച്ചിട്ടില്ല. ദുരന്തബാധിതരുടെ ലോണുകൾ എഴുതി തള്ളിയിട്ടുമില്ല. കേന്ദ്ര സർക്കാർ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചാൽ, അതാണ് L3 കാറ്റഗറി, രാജ്യത്താകെയുള്ള പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ദുരന്തബാധിത പ്രദേശങ്ങളെ സഹായിക്കാനായി MP-LAD ഫണ്ടിൽ നിന്നും 1 കോടി രൂപ വരെ ലഭ്യമാക്കാൻ കഴിയും. മറ്റൊരു കാര്യം കേന്ദ്രം പറയുന്നത്, കേരളത്തിൻ്റെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ഫണ്ടുണ്ട് എന്നാണ്. ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം സാധാരണഗതിയിൽ കേരളത്തിന് ലഭിക്കുന്ന ഫണ്ടാണത്. അല്ലാതെ മേപ്പാടിയിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സവിശേഷമായി ലഭിച്ചതല്ല. അത്തരം വലിയ ദുരന്തങ്ങളെ നേരിടാൻ പര്യാപ്തമല്ല സാധാരണ നിലക്കുള്ള ഫണ്ട് വകയിരുത്തൽ. SDRF ഫണ്ടുകൾ ഉപയോഗിച്ചാണ് കേരളത്തിൽ വർഷാവർഷമുണ്ടാകുന്ന ചെറുതും വലുതുമായ വിവിധ ദുരന്തങ്ങളുടെ നിവാരണം നടത്തുന്നത്. ഓരോ വർഷവും ശരാശരി 400 കോടി രൂപയുടെ പ്രവൃത്തികൾ ആ നിധിയിൽ നിന്നും നടത്തി വരുന്നുണ്ട്. മരണങ്ങളും റോഡും വീടും മറ്റും തകരുന്നതും ഉൾപ്പെടെ ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള സഹായം ആ നിധിയിൽ നിന്നാണ് നൽകി വരുന്നത്. കണിശമായ മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ ആ തുക വിനിയോഗിക്കാൻ കഴിയൂ. വീട് നഷ്ടപ്പെട്ടാൽ SDRFൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ശരാശരി 1.25 ലക്ഷം രൂപ മാത്രമേ ലഭ്യമാക്കാൻ കഴിയൂ. നമ്മുടെ സംസ്ഥാനം CMDRF വിഹിതവും ചേർത്താണ് കുറഞ്ഞത് 4 ലക്ഷം രൂപ ലഭ്യമാക്കുന്നത്. വയനാട് പുനരധിവാസത്തിന്
എല്ലാ സൗകര്യങ്ങളുമുള്ള ടൗൺഷിപ്പ് പണിയാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒരു വീടിന് 10 ലക്ഷം രൂപയിലധികം ചിലവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ SDRFലെ മാനദണ്ഡങ്ങൾ പ്രകാരം അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ദുരന്തത്തെ അതിജീവിക്കാനായി പ്രത്യേക ധനസഹായം ആവശ്യപ്പെടുന്നത്. പ്രത്യേക സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്നതിന് തയ്യാറാകാതെ വയനാടിനെയും ദുരന്തബാധിതരെയും കടുത്ത രീതിയിൽ അവഗണിക്കുന്ന മനോഭാവമാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. തൊടുന്യായങ്ങൾ പറഞ്ഞ് സഹായം നിഷേധിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് PDNA റിപ്പോർട്ട് വൈകിയെന്ന വിചിത്രമായ വാദം. ഇത്തരം സമീപനം അവസാനിപ്പിച്ച് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരിതബാധിതരായ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനും പുനരധിവാസം വേഗത്തിലാക്കാനുള്ള സഹായം ഉടൻ അനുവദിക്കാനും തയ്യാറാകണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത്. വയനാട്ടിലെ എല്ലാം നഷ്ടമായ ആളുകൾക്ക് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ അധിക ധനസഹായം ആവശ്യപ്പെടുന്നത്. ആവശ്യപ്പെടുന്ന കണക്കുകൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിഷ്കർഷിക്കുന്ന ഫോർമാറ്റിൽ സമർപ്പിക്കുന്നതിന് സർക്കാർ സന്നദ്ധമാണ്. കണക്കില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ആ നിശ്ചിത മാതൃക തയ്യാറാക്കാൻ കുറച്ച് സമയം ആവശ്യമുണ്ട് എന്നതാണ് വിഷയം. ഇത് വാദം നടന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ സർക്കാർ അഭിഭാഷകർ അറിയിച്ചതാണ്. അപ്പോഴാണ് ദുരന്ത നിവാരണ വകുപ്പിൻ്റെ ഫിനാൻസ് ഓഫീസറോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചത്. നേരത്തെ വിശദീകരിച്ചതുപോലെ SDRF ഫണ്ട് എന്നത് വയനാടിന് മാത്രമുള്ള ഒന്നല്ല. അത് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ആകെ പൊതു ഫണ്ടാണ്. ഇതിൽ നിന്നും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ തുക വിനിയോഗം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് വയനാട് ദുരന്തത്തിൻ്റെ കാര്യത്തിൽ വിനിയോഗിച്ചു കഴിഞ്ഞു. ഇത് തീരെ അപര്യാപ്തമാണ് എന്നതാണ് പ്രധാന പ്രശ്നം. ഇതിനാണ് കൂടുതൽ വിനിയോഗ സ്വാതന്ത്ര്യമുള്ള അധിക ധനസഹായം ആവശ്യപ്പെടുന്നത്. SDRF തുക കർശന മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ നൽകാൻ കഴിയൂ. ഇത് ചെയ്തു കഴിഞ്ഞു. ഇതിനാലാണ് വയനാടിന് പ്രത്യേക ധനസഹായം ചോദിക്കുന്നത്. അത് കേന്ദ്രം തന്നിട്ടില്ല. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഹൈക്കോടതി പ്രധാനമായും 5 ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. 29/7/2024 SDRFൽ എത്ര തുക നീക്കിയിരിപ്പുണ്ട്? രണ്ടാമത്തെ ചോദ്യം, നമ്മൾ സംസ്ഥാനത്തെ വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി എത്ര തുകയുടെ കമ്മിറ്റ്മെൻറ്റ് SDRFലുണ്ട്? 3, വയനാടിനായി എത്ര തുക കൊടുത്തു? 4, വയനാടിന് ഇനി എത്ര തുക നൽകാൻ കഴിയും? 5, പുനരധിവാസത്തിനായി ഇനി എത്ര തുക വേണ്ടിവരും? ആദ്യ ചോദ്യത്തിന് കൃത്യമായ മറുപടി ആദ്യ മെമ്മോറാണ്ടത്തിൽ ഇത് വ്യക്തമായി നൽകിയിട്ടുണ്ട്. 394,95 ലക്ഷം രൂപയാണ് SDRFലെ നീക്കിയിരിപ്പ്. കേന്ദ്രം SDRFലേക്ക് 145,60 ലക്ഷം രൂപ കൂടി പിന്നീട് അനുവദിച്ചു. രണ്ടും കൂടി
588,95,00,000 രൂപ. SDRF ബാലൻസാണ്. ദുരന്തഘട്ടത്തിൽ ഉണ്ടായത് ഇത്രയും തുകയാണ്. അതായത് 588,95,00,000 രൂപയാണ് SDRF ബാലൻസായി ദുരന്തഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ രണ്ടും കൂട്ടിയാൽ അതായത് 394.95 കോടി രൂപയാണ് SDRFിലെ നീക്കിയിരിപ്പ്. കേന്ദ്രം SDRFിലേക്ക് 145.6 കോടി രൂപ പിന്നീട് അനുവദിച്ചു. രണ്ടും കൂടി 588.95 കോടി രൂപ SDRF ബാലൻസായി ആണ് ദുരന്തഘട്ടത്തിലുണ്ടായിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. മേപ്പാടിയിൽ വ്യക്തിഗത സഹായം നൽകാൻ ഇനി ബാക്കിയുള്ളത് വീടുകൾ തകർന്നതുമായി ബന്ധപ്പെട്ടും കൃഷിനാശം, മൃഗസംരക്ഷണ മേഖല എന്നിവയുമായി ബന്ധപ്പെട്ടും ഉള്ളതാണ്. ഇതെല്ലാം ചേർത്താലും ദുരിതാശ്വാസ സഹായം 20 കോടിയിൽ അധികമാകില്ല. സംസ്ഥാനത്തെ പല ഭാഗത്തുമുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഉള്ള പൊതു ഫണ്ട് എന്ന നിലയിൽ SDRFിൽ നിന്ന് പല ആവശ്യങ്ങൾക്കായി നൽകാമെന്ന് കമ്മിറ്റ് ചെയ്ത തുകയുണ്ടാവും. അത് എത്ര എന്നത് കണക്കാക്കാൻ സമയം ആവശ്യമാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതിയിൽ പറഞ്ഞിരുന്നു. കാരണം അത് പല വകുപ്പുകളിൽ നിന്നും ജില്ലകളിൽ നിന്നും ശേഖരിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഈ വിവരം സർക്കാർ കോടതിയിൽ അറിയിച്ചു. അത് പരിഗണിച്ച് അടുത്ത വ്യാഴാഴ്ച വരെ കോടതി സമയം അനുവദിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ SDRF ഫണ്ടിൽ നിന്ന് വളരെ പരിമിതമായ മാനദണ്ഡങ്ങളനുസരിച്ച് മാത്രമാണ് തുക ചെലവഴിക്കാൻ കഴിയും. പുനർനിർമ്മാണത്തിന് തീർത്തും അപര്യാപ്തമാണത്. CNDAG എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യുന്ന ഫണ്ടാണത്. സർക്കാർ എല്ലാ കണക്കുകളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധിപ്പിക്കും. അതിൽ ഒരു അവ്യക്തതയുമില്ല. മേപ്പാടിയിലെ ദുരന്തബാധിതർക്ക് വേണ്ടത് അർഹമായ മാതൃകാപരമായ പുനരധിവാസമാണ്. അത് സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. അതിനായി എല്ലാ ഭാഗത്തു നിന്നും സഹായം ആവശ്യമാണ്. പൊതുസമൂഹം വാസ്തവവിരുദ്ധമായ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാമെന്നാണ് തോന്നുന്നത്. അത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടച്ചേ തീരുവെന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും അറിയിച്ചിരിക്കുകയാണ്. VGFുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ച് നൽകിയ കത്തിന് മറുപടിയായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അയച്ച കത്തിലാണ് ഇതുള്ളത്. നാളിതുവരെ VGF ഗ്രാൻറ്റിൻ്റെ കാര്യത്തിൽ പുലർത്തി വന്ന നയമുണ്ട്. ആ നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് ഈ തീരുമാനം. VGF വിഭാവനം ചെയ്തിരിക്കുന്ന മാനദണ്ഡമനുസരിച്ച് അത് ഒറ്റത്തവണ ഗ്രാൻറ്റായാണ് നൽകുന്നത്. വായ്പയായി പരിഗണിക്കേണ്ടതല്ല. VGF സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി നൽകാൻ തീരുമാനിച്ചതാണ്. കേന്ദ്ര വിഹിതമാണ് 817,80,00,000 രൂപ. സംസ്ഥാന വിഹിതം 817,20,00,000 രൂപ. ഈ വിഹിതം സംസ്ഥാനം നേരിട്ട് അദാനി പോർട്ട് കമ്പനിക്ക് നൽകും. കേന്ദ്രം നൽകുന്ന തുക വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിക്ക് വിസിൽ ലാഭവിഹിതം ലഭിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ 20% വെച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ നൽകണമെന്നതാണ്
വ്യവസ്ഥ വച്ചിരിക്കുന്നത്. അതിനർത്ഥം ഇപ്പോൾ നൽകുന്ന തുക 817,80,00,000 രൂപയാണെങ്കിൽ തിരിച്ചടവിൻ്റെ കാലയളവിൽ പലിശയിൽ വരുന്ന മാറ്റങ്ങളും തുറമുഖത്തിൽ നിന്നുള്ള വരുമാനവും പരിഗണിച്ചാൽ ഏതാണ്ട് 10,000-12,000 കോടി രൂപയായി തിരിച്ചടക്കണം എന്നാണ്. കേന്ദ്ര സർക്കാർ തങ്ങൾ നൽകിയ തുക സംസ്ഥാന സർക്കാർ നൽകിയ വായ്പയായി വ്യാഖ്യാനിക്കുകയും അതിൻ്റെ പലിശയടക്കമുള്ള തിരിച്ചടവ് സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിൻ്റെ യുക്തിയെ തന്നെ നിരാകരിക്കുന്നതാണ്. VGF ലഭ്യമാക്കുന്നതിനുള്ള കരാറുണ്ടാക്കുന്നത് കേന്ദ്ര സർക്കാരും അദാനി കമ്പനിയും തുക നൽകുന്ന ബാങ്കും തമ്മിലാണ്. എന്നാൽ തിരിച്ചടക്കാനുള്ള കരാർ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ വേണം എന്നാണ് വിചിത്രമായ നിബന്ധന. രാജ്യത്തിനാകെ ഗുണകരമായ ഒരു പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുമ്പോഴാണ് സംസ്ഥാനത്തിനു മേൽ കേന്ദ്രം അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നത്. ഈ വിഷയത്തിലാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര ധനമന്ത്രിക്ക് കത്തെഴുതിയത്. എന്നാൽ മറുപടിയിൽ വിഴിഞ്ഞത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാൻഡല്ല, വായ്പയാണെന്ന് വ്യക്തമാക്കുകയാണ്. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അനുവദിച്ച ഒറ്റ പ്രോജക്റ്റിന് പോലും തിരിച്ചടവ് നിബന്ധന നാളിതുവരെ കേന്ദ്ര സർക്കാർ വെച്ചിരുന്നില്ല. കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി VGF അനുവദിച്ചപ്പോഴും തുക തിരികെ വേണമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടില്ല. കേരളത്തിന് മാത്രമായി തയ്യാറാക്കിയ പുതിയ മാനദണ്ഡം VGFൻ്റെ തന്നെ സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈനിന് വിരുദ്ധമാണ്. കമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിഴിഞ്ഞത്ത് 70 കപ്പലുകൾ വന്നുപോയി. ഈ ഇനത്തിൽ മാത്രം 50 കോടി രൂപയ്ക്ക് മുകളിൽ GST കേന്ദ്ര സർക്കാരിന് ലഭിച്ചു. കമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആരംഭിച്ച് ഒരു വർഷത്തിനകം തന്നെ കേന്ദ്രം മുടക്കുന്ന VGF ഫണ്ട് GST വീതമായി കേന്ദ്ര സർക്കാരിലേക്ക് ലഭിക്കും. ഇങ്ങനെയുള്ളപ്പോഴാണ് പുതിയ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. കേരളവും VGF ഗ്രാൻറ്റ് വിഴിഞ്ഞത്തിനായി നൽകുന്നുണ്ട്. അതിനു പുറമെ 4,777 കോടി 14 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനും അനുബന്ധ സൗകര്യത്തിനുമായി മുടക്കുന്നത്. ബ്രേക്ക് വാട്ടറും ഹാർബർ നിർമ്മാണത്തിനുമായി 1,726 കോടി 34 ലക്ഷം രൂപയും ഭൂമി ഏറ്റെടുക്കാൻ 1,115 കോടി 73 ലക്ഷം രൂപയും വൈദ്യുതി ജലസ്രോതസ്സുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് 76 കോടി 77 ലക്ഷം രൂപയും സോഷ്യൽ വെൽഫെയറിനായി 123 കോടി 60 ലക്ഷം രൂപയും കൺസൾട്ടൻസി പ്രോജക്റ്റ് അഡ്മിനിസ്ട്രേഷൻ എന്നിവയ്ക്കായി 135 കോടിയും നിർമ്മാണ ഘട്ടത്തിലെ പലിശക്കായി 278 കോടി 80 ലക്ഷം രൂപയും റെയിൽ കണക്ടിവിറ്റിക്കായി 1,213 കോടി 66 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ മുടക്കുന്നു. ഇത്രയും തുക സംസ്ഥാനം മുടക്കുന്നതുകൊണ്ടാണ് ലാഭവിഹിതം കേരളത്തിന് കൂടുതൽ ലഭിക്കുന്നത്. കേരളം VGF ഗ്രാൻറ്റ് നൽകുന്നത് വിഴിഞ്ഞത്തിൻ്റെ വികസനത്തിനു വേണ്ടി മാത്രമാണ്. തിരിച്ച് ലഭിക്കേണ്ടാത്ത തുകയായി തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ VGF വീതത്തെ കേരളം കാണുന്നതും. എന്നാൽ കേന്ദ്രത്തിൻ്റെ VGF വീതത്തിൽ ലാഭവിഹിതം വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നാളിതുവരെ തുറമുഖ നിർമ്മാണത്തിനായി തിരിച്ചടക്കേണ്ടാത്ത ഗ്രാൻറ്റായി നൽകുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൽ കേന്ദ്ര സർക്കാർ ലാഭവിഹിതം ചോദിക്കുന്നത് ഇതാദ്യമാണ്. തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ ഔട്ടർ ഹാർബർ പദ്ധതിക്ക് 1,411 കോടി രൂപ VGF അനുവദിച്ചപ്പോൾ
സമാനമായ നിബന്ധനകൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. തൂത്തുക്കുടി തുറമുഖത്തിന് നൽകിയ അതേ പരിഗണന വിഴിഞ്ഞത്തിന് നൽകണമെന്നതായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം. എന്നാൽ തൂത്തുക്കുടി തുറമുഖത്തെയും വിഴിഞ്ഞത്തെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നാണ് പുതിയ വാദം. വളരെ മിതമായ വിലയിരുത്തലിൽ പോലും ഇന്ത്യ ഗവൺമെൻറ്റിന് പ്രതിവർഷം 6000 കോടി രൂപയുടെ അധിക വരുമാനം വിഴിഞ്ഞം തുറമുഖം വഴി ലഭിക്കും. എന്നിട്ടും സംസ്ഥാന സർക്കാരിന് മേൽ അധിക ബാധ്യത ചുമത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. VGF തിരിച്ചടവ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പുതിയ നിലപാട് സ്വീകരിച്ചതോടെ ഇത്രയധികം തുക ഇനി കേരളം സ്വന്തം നിലയിൽ കണ്ടെത്തേണ്ട അവസ്ഥയാണ്. നിബന്ധന അംഗീകരിച്ചാൽ തുച്ഛമായ തുക മുടക്കുന്ന കേന്ദ്ര സർക്കാർ വലിയ ലാഭവിഹിതം പിടിച്ചടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കേന്ദ്ര സർക്കാർ തങ്ങളുടെ പകപോക്കൽ സമീപനം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഒരു സഹകരണമോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ കിട്ടുന്നില്ല. പക്ഷേ പ്രതിപക്ഷം ഇപ്പോഴും പറയുന്നത് സർക്കാരുമായി ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിനില്ല എന്നുള്ളതാണ്. നമ്മളിനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ സമരപരിപാടികളെക്കുറിച്ചോ മറ്റോ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോടതി വഴി നമുക്കത് കിട്ടും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ സഹകരണം ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യം. നമ്മളും ഒരു സംസ്ഥാനമാണല്ലോ. ഇതൊരു LDF UDF എന്ന തരത്തിലുള്ളൊരു വിഷയമല്ലല്ലോ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ ഒരു വിഷയമാണ്. നമ്മളും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാകുന്ന സഹായങ്ങൾ നമുക്കും ലഭ്യമാകേണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ദശാബ്ദക്കാലത്തോളമുള്ള നമ്മുടെ അനുഭവമെടുത്താൽ ഒരു പ്രത്യേക രീതിയിൽ നമ്മളോട് സമീപനം സ്വീകരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. 2018 മഹാപ്രളയം ഉണ്ടായത്. നൂറ്റാണ്ടിലെ മഹാപ്രളയമായിരുന്നു. അപ്പോൾ എല്ലാ ഘട്ടത്തിലും ഈ സമീപനം തുടരുകയാണ്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായം കൊടുക്കുന്നതിനൊന്നും എതിരല്ല. അത് കേന്ദ്രത്തിൻ്റെ ബാധ്യത തന്നെയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ നമുക്കും അർഹമായ സഹായം നൽകണ്ടേ? ഇപ്പോൾ ഇവിടെ നേരത്തെ പറയുമ്പോൾ ത്രിപുരയുടെ കാര്യം പറഞ്ഞല്ലോ, തെലുങ്കാനയുടെ കാര്യം പറഞ്ഞല്ലോ, ആന്ധ്രാപ്രദേശിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഉത്തരാഖണ്ഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ബീഹാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇതിലൊക്കെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തമിഴ്നാടിൻ്റെ അനുഭവം ഉണ്ടല്ലോ. ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ സഹായം നൽകിയതിനെ നമ്മളൊരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നമ്മളും ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ? ഈ രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു സംസ്ഥാനമല്ലേ? ആ സംസ്ഥാനത്തിന് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതൊരു പ്രത്യേകമായ വീക്ഷണകോണിലൂടെ മാത്രം കണ്ടാൽ മതിയോ? ആ ഒരു വീക്ഷണകോൺ ഇതിൽ കാണാൻ പറ്റുന്നില്ലേ? അങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ സമീപിക്കേണ്ടത്. ഇതേവരെയുള്ള നമ്മുടെ അനുഭവം വളരെ കടുത്തതല്ലേ? പ്രളയത്തിൻ്റെ അനുഭവം നമുക്കുണ്ടായി, പിന്നീട് അനുഭവങ്ങളുണ്ടായി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അനുഭവം വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് സഹായം നിഷേധിക്കുന്നത്? ഇവിടെയുള്ള ഈ സംസ്ഥാനങ്ങൾ തോറുമുണ്ടായ ദുരന്തങ്ങളെ താരതമ്യപ്പെടുത്തിയാൽ നമ്മളൊരു സഹായം അർഹിക്കുന്ന ദുരന്തമല്ല എന്ന നിലയുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ, നമുക്കത് ബോധ്യപ്പെടുമല്ലോ. നിങ്ങളെ ദുരന്തം അത്രത്തോളം വലുതല്ല, ഇവിടെയെല്ലാം നടന്നത് അതിനേക്കാളും വലുതാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാമല്ലോ. എല്ലാറ്റിനെയും ഒരു പ്രത്യേക വീക്ഷണകോണിൽ കൂടി കണ്ടാൽ മതിയോ? തങ്ങൾക്ക് താല്പര്യമില്ല എന്നൊരവസ്ഥ
ഇതുപോലുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ? നാടിൻ്റെ താല്പര്യമല്ലേ നോക്കേണ്ടത്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാടൊന്നാകെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന സഹായം നമുക്ക് ലഭിക്കുന്നില്ല? സഹായം LDFനല്ല കേട്ടോ. ഇപ്പോൾ LDF സർക്കാരാണുള്ളത് എന്ന് വെച്ച് സഹായം ലഭിക്കുന്ന നാട്ടിനാണ്, നാടിൻ്റെ കാര്യങ്ങൾക്കാണ്. ഇവിടെ സഹായം ലഭിച്ചാൽ ചെലവഴിക്കേണ്ടതും നാടിനു വേണ്ടിയാണ്, എല്ലാവർക്കും വേണ്ടിയാണ്. ആ ഒരു കാര്യത്തെ ആ നിലക്ക് കണ്ടുകൊണ്ട് ഇടപെടാൻ നമുക്ക് കഴിയണ്ടേ? ഈ പറഞ്ഞ പട്ടികയിൽ എന്ത് കുറവാണ് കേരളത്തിനുള്ളത്? മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ എന്ത് കുറവ്? അത് ചൂണ്ടിക്കാണിച്ചാൽ നമ്മളെന്തെങ്കിലും തിരുത്തേണ്ടതെങ്കിൽ തിരുത്താം. നമ്മളെന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അതല്ലേ പറയേണ്ടത്. അതിന് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളുടെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണോ വേണ്ടത്? ഈ കാര്യത്തിൽ നമ്മുടെ നാടിന് ഒന്നാകെ നിൽക്കാൻ കഴിയണം. ഈ പറഞ്ഞ ത്രിപുര, തെലുങ്കാന, ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഹിമാചൽ പ്രദേശ്, സിക്കിം, ഇവിടങ്ങളിലെല്ലാം ആസാം, ഇവിടങ്ങളിലെല്ലാം കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. തമിഴ്നാട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ പട്ടികയിലുണ്ട്. നമ്മൾ പൊതുവിൽ കാണേണ്ട ഒരു കാര്യം, നാടിൻ്റെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒന്നിച്ച് നിൽക്കാനാവണം, ഒന്നിച്ച് ശബ്ദമുയർത്താനാവണം, ഒന്നിച്ച് പ്രതികരിക്കാനാവണം. നാടിനെ അവഗണിക്കുകയാണ്, അതിൻ്റെ മുന്നിൽ കണ്ണടച്ചിരിക്കരുത്. ഈ പറഞ്ഞ പട്ടികയിലുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാവരും അതിനുവേണ്ടി ശബ്ദമുയർത്തും. അതാണൊരു പ്രത്യേകത. അവിടെ ഭരിക്കുന്ന കക്ഷി ചിലയിടത്ത് BJP ആയിരിക്കും, പക്ഷേ ചിലയിടത്ത് BJP ആയിരിക്കില്ല. എന്നാൽ അവിടങ്ങളിലുള്ള BJPയും ഈ കാര്യത്തിൽ സംസ്ഥാന താല്പര്യത്തോടൊപ്പം നിൽക്കും. അവിടെ ഭരണത്തിലുള്ളവരും ഭരണത്തിലില്ലാത്തവരും സംസ്ഥാന താല്പര്യത്തോടൊപ്പം നിൽക്കും. നമ്മൾ വളരെ സംസ്കാര സമ്പന്നരാണെന്ന് പറയുന്നുണ്ടല്ലോ, പൊതുബോധം വളരെ കൂടുതലുള്ളവരാണെന്നൊക്കെ നമ്മൾ അഹങ്കരിക്കാറുണ്ടല്ലോ. ഇതുപോലൊരു കാര്യത്തിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഇതുപോലൊരു കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണ്ടേ? കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് സഹായങ്ങൾ നിഷേധിക്കുമ്പോൾ അതിനെ പിന്തുണക്കുന്ന നിലയാണോ ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് BJP സ്വീകരിക്കേണ്ടത്? അവർ ഈ നാട്ടിലൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, കേന്ദ്ര ഭരണകക്ഷിയാണെങ്കിലും. ആ കേന്ദ്ര ഭരണകക്ഷിയോട് ഇവിടുത്തെ കാര്യങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് അവകാശമില്ലേ? ബാക്കി രണ്ട് കൂട്ടർ, UDFും LDFും, ഇവർക്ക് BJPക്ക് താല്പര്യമില്ലാത്ത കൂട്ടർ. നിർഭാഗ്യവശാൽ അവർക്കായിപ്പോയി കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണ. അപ്പം അങ്ങനെയൊരു നാടിന് ഒരു സഹായവും വേണ്ട എന്ന സമീപനമാണോ? അങ്ങനെയാണോ സ്വീകരിച്ചു പോകേണ്ടത്? ആ ഒരു ദുരുപദിഷ്ടമായ നിലപാട് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നുണ്ടോ മറ്റു പലതിൻ്റെയും പേരിൽ? ഇതാണ് നാം ഗൗരവമായി കാണേണ്ട കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഒരു നാടെന്ന നിലക്ക് ഒന്നിച്ച് ചോദ്യം ചെയ്യാൻ സന്നദ്ധമാവുക എന്നതാണ് വേണ്ടത്. അതാണ് എനിക്കതിൽ പറയാനുള്ളത്. CMA ഈ കാര്യം പി. മുരളീധരൻ വീണ്ടും ഈ കാര്യം കേന്ദ്രവുമായിട്ട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ടോ? അവർ ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല നമ്മളിത് കൊടുത്തതിനെ ആവർത്തിക്കുമ്പോൾ ആന എന്നവരെ നേരിട്ട് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനി സാധ്യമാണോ? അല്ല, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കേരളത്തിൽ വന്ന ഒരു മാറ്റം നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞതിൽ നിന്ന് വന്നിട്ടുള്ളൊരു മാറ്റമാണ്. ഈ കാര്യങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ MP-മാരും, BJP ഇല്ല, എല്ലാ MP-മാരും ഒന്നിച്ചാണ് പോയി കേന്ദ്രത്തെ സമീപിച്ചത്. അതൊരു നല്ല തുടക്കമാണ്, നല്ല നീക്കമാണ്. പക്ഷേ അതിനാണ് തീർത്തും തെറ്റായ മറുപടി നൽകിയത്. ആ മറുപടി വിശദമായി ഗണ്ണിച്ചുകൊണ്ട് തന്നെ കേന്ദ്രത്തെ ബന്ധപ്പെടും. കാരണം നമുക്ക് ബന്ധപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളൊരു സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കല്ലേ, സംസ്ഥാനത്തിന് താല്പര്യം എപ്പോഴും കേന്ദ്രത്തിൻ്റെ മുന്നിൽ വെക്കണ്ടേ? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് നിങ്ങൾ സ്വീകരിച്ച സമീപനം ശരിയല്ല, ഇത് ഇന്ന കാരണങ്ങളാൽ തെറ്റാണ്,
ഞങ്ങൾക്ക് സഹായം ലഭ്യമാകേണ്ടതാണ് എന്ന് തുടർന്നും ആവശ്യപ്പെടുന്ന നില സ്വീകരിക്കുക തന്നെ ചെയ്യും. CM ഈ സർവകക്ഷി യോഗത്തെ ചേർത്ത് വെച്ച് വായിക്കേണ്ട കാര്യമുണ്ടോ? അതായത് കേന്ദ്രത്തിന്റെ ഒരു സമീപനം എന്തായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണോ വി മുരളീധരൻ ശ്രമിക്കുന്നത്, നൽകാൻ ശ്രമിക്കുന്നത്? എന്താ പ്രസ്താവന? അതാണ് ഞാൻ പറഞ്ഞത്. അതെ അല്ല, അതിനെയാണല്ലോ ദേശീയ തലത്തിൽ തന്നെ വലിയ ദുരന്തമായിട്ട് കണ്ടത്. പക്ഷേ ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക് ഇവിടുത്തെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിന് പകരം അതിനെ ലഘൂകരിക്കാനുള്ള ശ്രമമാണല്ലോ നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞൊരു ഭാഗം. അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ആ ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. CM ഈ സർവകക്ഷി യോഗം പോലുള്ള എന്തെങ്കിലും അടുത്ത ഇതിനെതിരെയുള്ളൊരു ചെറുത്തുനിൽപ്പ് വേണമല്ലോ എന്തായാലും, രാഷ്ട്രീയമായ ഒരു വിവേചനം. അതൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആലോചിക്കാം. മറ്റൊരു കാര്യം, ഈ ഹൈക്കോടതിയിലെ വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം കുറച്ചു കാലമായിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതേ രാഷ്ട്രീയത്തിന്റെ വാതിൽ ചെന്ന് വീണ്ടും മുട്ടിയിട്ട് കാര്യമുള്ളതോ കോടതികൾ വഴി നീങ്ങുന്നതായിരിക്കും കൂടുതൽ ഉചിതം? നമുക്ക് എല്ലാ വഴികളും നമ്മൾ സ്വീകരിക്കണമല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട മാർഗം ഒരു സർക്കാർ എന്ന നിലക്ക് കേന്ദ്ര സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അവരുടെ മനോഭാവം ഇത് തന്നെയാണെന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് വെച്ച് ഇനി നിങ്ങളോട് ഇനിയും ഉണ്ടില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാരിന് എടുക്കാൻ കഴിയില്ലല്ലോ. സംസ്ഥാന സർക്കാർ തുടർന്നും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. മറ്റു കാര്യങ്ങൾ പിന്നീട് ആലോചിക്കുകയും ചെയ്യും. കോടതിയിൽ കൈകാര്യം ചെയ്ത വീഴ്ചയല്ല. കോടതിയിൽ കൈകാര്യം ചെയ്യുന്ന അഡ്വക്കറ്റിന് അപ്പോൾ കയ്യിലുള്ള വിവരങ്ങളാണല്ലോ പറയാൻ കഴിയുക. വിവിധ വകുപ്പുകളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും ശേഖരിച്ച് കൊടുക്കേണ്ട മറുപടി ഒറ്റ ക്ലിക്കിൽ കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിനാണ് കാലതാമസം വന്നത്. അതുകൊണ്ടാണ് സമയം ചോദിച്ചത്. തരില്ല എന്നല്ലല്ലോ പറഞ്ഞത്. ഇന്നെൻ്റെ കയ്യിലില്ല, ഇത്ര ദിവസം വേണം, കുറച്ച് ദിവസം വേണം, അതിനൊരു സാവകാശം വേണമെന്ന് മാത്രമാണ് പറഞ്ഞത്. അത് കൊടുക്കാൻ സർക്കാർ എപ്പോഴും ബാധ്യസ്ഥയല്ലേ. ഹൈക്കോടതിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് വന്നാൽ അത് കൊടുക്കാൻ എപ്പോഴും സർക്കാർ ബാധ്യസ്ഥമാണ്. അത് ചെയ്യുക തന്നെ ചെയ്യും. പകരുന്നല്ലേ കോടതിയുടെ ഈ നടപടികൾ, ഈ ഇത്തരം പ്രതികരണങ്ങൾ വരുമ്പോഴേ അതും ഒരു പൊതുബോധമായി മാറുകയാണല്ലോ. അങ്ങനെ കാണണ്ട. അത് നമ്മുടെ രണ്ട് തരത്തിലും ആകാം. ഇപ്പോൾ ഒന്ന്, വിവരങ്ങൾ അപ്പം തന്നെ കിട്ടണമെന്ന് കോടതി ആഗ്രഹിക്കുന്നു. വിവരങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന കോടതിയുടെ ഭാഗമായിട്ടുള്ള ബഹുമാനായ ജസ്റ്റിസിന് പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തിൻ്റെ മേലെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഉടനെ നിങ്ങളത് നമ്മുടെ മാധ്യമങ്ങൾക്കൊരു നല്ല വാർത്ത കിട്ടിയെന്നുള്ള മട്ടിൽ അതൊരു വലിയ വാർത്തയാക്കി മാറ്റുന്നു. യഥാർത്ഥത്തിൽ അവരത് ഉദ്ദേശിച്ചേ ഉണ്ടാവില്ല. അവർ കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു കമൻറ്റ് മാത്രമായിരിക്കും. ആ നിലക്കായിരിക്കും അത് വന്നിട്ടുണ്ടാകുക. ആ നിലക്ക് അതിനെടുത്താൽ മതി. അവർക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനമാണ് മന്ത്രിസഭ എടുത്തത്. അതിനെതിരെ വ്യാപകമായ വിമർശനം പ്രതിപക്ഷത്തിന്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടാകുന്നു. കരാറിൽ നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കേണ്ടതില്ല, നമുക്ക് ഇങ്ങോട്ടാണ് തരേണ്ടത് എന്ന് പറയുന്നത്. ഇതിനകത്ത് വസ്തുത എന്താണ്? എന്തിനാണ് നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കാതെ വരുന്നത്? സ്മാർട്ട് സിറ്റി ഒരു വിഷയമാണല്ലോ. അപ്പോൾ അതിൽ മറ്റെന്തെങ്കിലും ചോദ്യമുണ്ടോ അതുമായി ബന്ധപ്പെട്ടിട്ട്? ഇതിൻ്റെ കാര്യത്തിൽ ഈ ടീകോം പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ എന്ത് കാരണങ്ങളാണ് അവർ പറഞ്ഞത്? കാരണം അവരുടെ കമ്മിറ്റ്മെൻറ്റ് 10 കൊല്ലം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കണമെന്നായിരുന്നല്ലോ. അവരെന്ത് കാരണമാണ് ഈ സർക്കാർ നൽകിയ കത്തിൽ പറയുന്നത്? അതോടൊപ്പം തന്നെ ഈ ടീകോം ഇത്തരത്തിൽ ഒരു സുതാര്യമല്ലാത്തൊരു സമീപനം സ്വീകരിച്ചു എന്നുള്ള ആക്ഷേപങ്ങളുമുണ്ട്. കാരണം ഇത് വേണ്ടത്രൊരു അവർ ഇത് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിയല്ല പിന്മാറുന്നുള്ള തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഇത് ഇന്നത്തെ എന്താണ് പ്രതികരണം? അല്ല, അവിടെ ഒരു ചോദ്യം വന്നു. അവരാണ് തൊഴിൽ കൃത്യമായി നൽകാത്തതും കരാർ വ്യവസ്ഥ പാലിക്കാത്തതും. നമ്മൾ അവരുടെ നിന്നും പണം ഈടാക്കാതെ അങ്ങോട്ട് പ്രധാനപ്പെട്ട CM ഇത് വയബിൾ അല്ല എന്നുള്ളത് കൊണ്ടാണോ ടീകോം പിന്മാറുന്നു എന്ന് പറയുന്നത്? അതുപോലെ തന്നെ ഈ കരാറിൽ അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള വാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിൽ സർക്കാരിന് വ്യക്തതയുണ്ടോ? ശരി, ശരി ആയില്ലേ? ടീകോമിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ എന്തെങ്കിലും വീഴ്ചയോ വിശ്വാസക്കുറവോ സർക്കാരിന് ബോധ്യപ്പെട്ടുകൊണ്ട് കൂടിയാണോ ഇങ്ങനെയൊരു നിലപാട്?
ഇവിടെ ആദ്യമേ തന്നെ വ്യക്തമാക്കാനുള്ളത് സ്മാർട്ട് സിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഒന്നും നിന്നുപോവില്ല എന്നുള്ളതാണ്. പല തരത്തിലുള്ള ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഭാവി വികസനത്തിൽ IT മേഖലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. അതിനുതകും വിധത്തിലുള്ള ഇടപെടലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നഷ്ടപരിഹാരം കൊടുത്ത് പറഞ്ഞു വിടുക, അങ്ങനെയൊരു സമീപനമല്ല സർക്കാരിനുള്ളത്. ഇവിടെ നാം കാണേണ്ടത് ഇതൊരു ഗവൺമെൻറ് സംവിധാനമാണ്. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ മറുഭാഗത്തുള്ള ഗവൺമെൻറ് നമ്മുടെ മലയാളി സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഒരു പ്രദേശത്തെ ഗവൺമെൻറ്റാണ്. അപ്പോൾ അവരുമായി വല്ലാത്തൊരു മോശമായ ബന്ധമല്ല നമുക്ക് ഇതേവരെ ഉള്ളത്. അതേസമയം മലയാളികളോട് വൈകാരികമായി തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂപ്രദേശവും ഗവൺമെൻറ്റുമാണ് UAE ഗവൺമെൻറ് വന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. UAEയിലെയും കേരളത്തിലെയും സർക്കാരുകൾ ഇടപെട്ടുകൊണ്ടുള്ള വിവിധ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്നിട്ടുണ്ട്. അതിൻ്റെയെല്ലാം ഭാഗമായുള്ള രണ്ട് ഗവൺമെൻറ്റുകളുടെയും സഹകരണത്തിൻ്റെ ഭാഗമായുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ സ്മാർട്ട് സിറ്റി കരാർ എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ സ്ഥലം നമ്മൾ ഏറ്റെടുക്കാനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരൊരു പിന്മാറ്റ നയം തയ്യാറാക്കുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. അവരാണ് അതിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കേണ്ടത്. ഭാവിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നെല്ലാമുള്ള കാര്യങ്ങൾ ആ കമ്മിറ്റിയുടെ കൂടി നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷം തീരുമാനിക്കാനുള്ള കാര്യമാണ്. കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശമായില്ല, കമ്മിറ്റി ആയതേ ഉള്ളൂ, അവർ പരിശോധിച്ച് വരികയാണ്. ആ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ പറയുന്ന അവരുടേതായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുക. സ്മാർട്ട് സിറ്റിയിൽ സാധാരണ നിലക്ക് ടീകോം അവർ വാങ്ങിയ ഓഹരി വില അതാണ് സാധാരണ നിലക്ക് മടക്കി കൊടുക്കേണ്ടി വരിക. ഇത് തന്നെ ഇൻഡിപെൻഡൻ്റ് ഇവാലുവേറ്റർ തീരുമാനിക്കുന്നതാണ്. അത് നഷ്ടപരിഹാരമല്ല. നഷ്ടപരിഹാരം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ടില്ല. അത് സാധാരണ നിലക്ക് കരാറിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. ദുബായ് ഹോൾഡിങ്സ് 2017 ദുബായ്ക്ക് പുറത്തുള്ള ഓപ്പറേഷൻസ് നിർത്തുന്നതുമായി തീരുമാനം കൈക്കൊണ്ടു. അതിൻ്റെ കൂടി ഫലമായാണ് നിലവിൽ ഈ ഒരു സാഹചര്യം സ്മാർട്ട് സിറ്റിക്ക് ഉണ്ടായത്. ഇതെല്ലാം ഈ രൂപീകരിച്ച കമ്മിറ്റി കണക്കിലെടുക്കുന്ന നിലയാണുണ്ടാവുക. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമായി വന്നല്ലോ, ഇത് പിന്നെ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ കൊടുക്കലാണോ എന്നൊക്കെയുള്ളത്. ഇവിടെ ഉദ്ദേശിക്കേണ്ടത് ഈ നമ്മളിത് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളതായിരിക്കും. ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളൊരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് ഇത് നിലനിൽക്കും. ഒരു ജോയിൻറ്റ് വെഞ്ചറും അവിടെ ഉണ്ടാവില്ല. ഒരു കൂട്ടർക്കും ഇത് പതിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർ പോയി വേറൊരു കൂട്ടർ ആ സ്ഥാനത്ത് വന്നിരിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്ന കാര്യമല്ല. അങ്ങനെയൊരു കാര്യമേ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഒരു സ്വകാര്യ പങ്കാളിത്തവും അതിനകത്തുണ്ടാവില്ല. സർക്കാർ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും തുറന്നുള്ള വികസനങ്ങൾ നടക്കുക. എന്നാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പാർക്കിൻ്റെ കാര്യമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതിനകത്ത് ഒരുപാട് സ്വകാര്യ കമ്പനികൾ വരും. അത് വേറെ. പാർക്ക് ഇതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഉടമസ്ഥതയിൽ തന്നെയാണ് നിൽക്കുക. സ്വകാര്യ സ്ഥാപനങ്ങൾ വന്നു വരാം, സ്വകാര്യ പദ്ധതികൾ വന്നു വരാം. അതിനൊക്കെ ആവശ്യമായ സൗകര്യങ്ങൾ സ്വാഭാവികമായും ചെയ്യും. ഇപ്പോൾ അവിടെ നിന്നടുത്ത് തന്നെ ഇൻഫോ പാർക്കിൽ ഇപ്പോൾ ധാരാളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ. ടെക്നോ പാർക്കിൻ്റെ കാര്യം നമുക്കിവിടെ അറിയാവുന്നതല്ലേ. ഇപ്പോൾ 246 ഏക്കർ സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിക്കൊണ്ടാണ്
സ്മാർട്ട് സിറ്റി SPV രൂപീകരിച്ചത്. ഈ 246 ഏക്കർ ഭൂമി കേരളത്തിൻ്റെ IT വികസനത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാനാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോഴുള്ളൊരു പ്രത്യേകത നമ്മൾ കാണണം. ഇതിനടുത്താണല്ലോ ഇൻഫോ പാർക്ക്. ഇൻഫോ പാർക്കിൽ 99% സ്ഥലവും വിവിധ കമ്പനികൾ പ്രയോജനപ്പെടുത്തി വരികയാണ്. പുതിയ കമ്പനികൾ വരാൻ വലിയ താല്പര്യമുണ്ട്, പക്ഷേ സ്ഥലമില്ല. അപ്പോൾ അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല. സ്ഥലമില്ലാത്തത് വലിയ തടസ്സമായി പുതിയ കമ്പനികളുടെ വരവിന് മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇൻഫോ പാർക്കിന് തൊട്ടടുത്തുള്ള 246 ഏക്കർ ഭൂമിയിലൂടെ കേരളത്തിൻ്റെ IT വികസനം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നതാണ് കാണേണ്ടത്. അപ്പോൾ കൂടുതൽ കമ്പനികൾ കടന്നു വരുന്ന അവസ്ഥയും ഉണ്ടാകാം. അതുകൊണ്ടാണ് ഇത്തരമൊരു നയം സ്വീകരിക്കേണ്ടത്. പിന്നെ പിന്മാറ്റ കരാറിലേക്ക് എത്തിയത് എങ്ങനെ? സ്മാർട്ട് സിറ്റിയുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മുന്നോട്ട് പോക്ക് എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ചും പഠിച്ച് വ്യക്തമായ ശുപാർശ സമർപ്പിക്കുന്നതിന് ചീഫ് സെക്രട്ടറി തലത്തിൽ ധന, റവന്യൂ, നിയമ, IT സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കാനും അഡ്വക്കേറ്റ് ജനറലിൻ്റെ അഭിപ്രായം കണക്കിലെടുത്ത് വേണ്ട നടപടി സ്വീകരിക്കുവാനുമാണ് തീരുമാനമായത്. സ്മാർട്ട് സിറ്റി ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റിലെ ക്ലോസ് 7.2.1 പ്രകാരം ടീകോമിന് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് പകരം ടീകോമുമായി ചർച്ച ചെയ്ത് പിന്മാറ്റ നയം സംബന്ധിച്ച് അവരുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നതിനാണ് അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശത്തിന് ഊന്നൽ നൽകിയത്. അതനുസരിച്ച് കേരള സർക്കാരിനോ നോമിനിക്കോ ടീകോമിൻ്റെ ഓഹരികൾ വാങ്ങാനും കരാർ ബാധ്യതകളിൽ നിന്ന് അവരെ ഒഴിവാക്കാനും സാധിക്കും. ഇതിലാണ് ഞാൻ പറയുന്നത് കേരള സർക്കാർ തന്നെ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രെയിംവർക്ക് കരാറിലെ ക്ലോസ് 7.2.2 പ്രകാരം ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്ററെ നിയമിച്ച് ടീകോമിന് നൽകേണ്ടുന്ന ഓഹരി വില കണക്കാക്കാനും തീരുമാനിക്കുകയുണ്ടായി. ഈ നടപടിക്രമങ്ങളിൽ കൂടിയാണ് പിന്മാറ്റ കരാർ തയ്യാറാക്കുന്ന നിലയിലേക്ക് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത്. ഇവിടെ ഓഹരി വില അത് നഷ്ടപരിഹാര തുകയായി ചിത്രീകരിക്കുന്നൊരു നിലയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചില അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ടീകോമിന് നൽകുന്നത് നഷ്ടപരിഹാരം എന്ന നിലക്കല്ല, ഇൻഡിപെൻഡൻറ്റ് വാല്യുവറാണ് ഈ തുക തീരുമാനിക്കുന്നത്. സ്മാർട്ട് സിറ്റിയിൽ ടീകോം വാങ്ങിയ 84% ഓഹരിയുടെ വിലയാണ് സംസ്ഥാനം തിരികെ വാങ്ങുന്നത്. ലീസ് റദ്ദാക്കുന്ന സാഹചര്യം വന്നാൽ ലീസ് പ്രീമിയം തുകയായ 91,52,00,000 രൂപയും അടിസ്ഥാന സൗകര്യത്തിനായി ചെലവഴിച്ച തുകയും നൽകണമെന്നാണ് ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റിലെ വ്യവസ്ഥ. ഇതെല്ലാം പരിഗണിച്ചാണ് കരാറിലെ ക്ലോസ് 7.2.2 പ്രകാരം ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്ററെ നിയമിച്ച് ടീകോമിന് ഓഹരി വില നൽകുന്നത്. ഇതല്ലാതെ പദ്ധതി നടപ്പാക്കുന്നതിൽ ഏതെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ മധ്യസ്ഥ ചർച്ച വഴി പരിഹാരം കാണാനും ആർബിട്രേഷൻ നടപടികൾക്കും കരാറിൽ വ്യവസ്ഥയുണ്ട്. എന്നാൽ ആർബിട്രേഷൻ നടപടികളും നിയമത്തിൻ്റെ നൂലാമാലകളും ഒഴിവാക്കി എത്രയും വേഗം IT വികസനത്തിന് ഫലപ്രദമായി ഈ ഭൂമി വിനിയോഗിക്കുക എന്നതാണ് സർക്കാർ കാണുന്നത്. അതിനാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടുള്ളത്.